വെൽക്കം ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മോട്, ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കുക വിത്തിൻ സെക്കൻഡ്സ്. സോ ഇത് ട്രിക്ക് ആണെങ്കിൽ പോലും അതിന്റെ A to Z വരെ കാര്യങ്ങൾ മനസ്സിലാക്കണം, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കണം. സോ നേരെ നമുക്ക് കണ്ടന്റിലോട്ട് പോവാം. സോ നമുക്ക് അറിയുന്ന കാര്യമാണ്, 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്, അതുപോലെ 2 സ്ക്വയർ 4 ആണ്. ഇവിടെ 10 വരെ എഴുതിയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബേസിക്കലി 1 to 10 എന്ന് പറയുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ അറിയാം. ഈ സ്ക്വയേഴ്സിനെല്ലാം ഒരു പ്രത്യേകത ഉണ്ട്, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. 1 ആയാലും 9 ആയാലും ആ നമ്പറിന്റെ സ്ക്വയർ അവസാനിക്കുന്ന ലാസ്റ്റ് ഡിജിറ്റ്, ലാസ്റ്റ് അക്കം എന്ന് പറയുന്നത് 1 ആണ്. അതേപോലെ 2 ആയാലും 8 ആയാലും ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. 3 ആയാലും 7 ആയാലും നമുക്കറിയാം ലാസ്റ്റ് ഡിജിറ്റ്, എൻഡ് ചെയ്യുന്ന ഡിജിറ്റ് എന്ന് പറയുന്നത് 9 ആണ്. അതുപോലെ 4 ആയാലും 6 ആയാലും ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. അതുപോലെ ഏത് 5ന്റെ സ്ക്വയർ ആയാലും അത് അവസാനിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 25 ആയിരിക്കും. സോ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ഒരു 0 ആണെങ്കിൽ ആൻസറിൽ എന്തുണ്ടാവും? 2 സീറോസ് ഉണ്ടാവും. ഇതാണ് കാണിച്ചുള്ളത്. അപ്പൊ 1ഉം 9ഉം ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. 2ഉം 8ഉം ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. 3ഉം 7ഉം ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 9 ആയിരിക്കും. അതുപോലെ 4ഉം 6ഉം ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. ലാസ്റ്റ് അക്കം എന്ന് പറയുന്നത് 6 ആയിരിക്കും. അതുപോലെ 5 ആണെങ്കിൽ അവസാനത്തെ രണ്ടക്കം, ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത് 25 ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻ നമ്മൾ തരുന്ന ഏതാണോ റൂട്ട് അതിൽ 2 സീറോസ് ഉണ്ടെങ്കിൽ ഒരു 0 മാത്രമേ എഴുതാൻ പാടുള്ളൂ. നമ്മൾ ലാസ്റ്റ് ഞാൻ പറയാം എന്താണ് ഇതിന്റെ റൂൾ എന്ന് പറയാം, ലാസ്റ്റത്തെ കേസ് ഇല്ലേ. ഇനി ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ 5ന്റെ സ്ക്വയറും അറിയണം. അത് കാണാൻ നമ്മളെ കയ്യിൽ ട്രിക്ക് ഉണ്ട്. നമുക്കറിയാം 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. ഇനി ബാക്കിയുള്ള 5ന്റെ എല്ലാ സ്ക്വയേഴ്സ് കാണാൻ വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നോക്കിയേ, ഇവിടെ ഏതാ നമ്പർ നോക്കുക, നമ്മൾ ജസ്റ്റ് ആ നമ്പറിനേക്കാൾ ഒന്ന് വലുതെടുക്കുക, ആ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ 1നേക്കാൾ വലിയ നമ്പർ ആരാ? 2 ആണ്. 1 into 2 2 എന്നിടുന്നു, 25 എന്ന് വെറുതെ അവസാനം എഴുതി കൊടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ നമുക്കറിയാം 2 ആണ്. 2നേക്കാൾ വലിയ ഒന്ന് കൂടിയ നമ്പർ 3, 2 into 3 6 ആണ്. അപ്പൊ പിന്നെ അവസാനം വെറുതെ 25 ഇട്ട് കൊടുക്കുന്നു. അതേപോലെ ഈ 35 ആണ്. 3 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ ആരാ? 4 ആണ്. 3 into 4 12 എന്ന് ഇടുന്നു. അതുപോലെ നമ്മൾ സെയിം പ്രൊസീജിയർ 25 ലാസ്റ്റ് പുട്ട് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഏത് 5ന്റെ സ്ക്വയർ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം ആണ്. സോ 4 into 5 എന്ന് പറഞ്ഞാൽ 20, അതുപോലെ ഇടുന്നു. ലാസ്റ്റ് നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു? 25. അതുപോലെ 55ന്റെ സ്ക്വയറും 5 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ 5 into 6 എന്ന് പറഞ്ഞാൽ 30 ആണ്. 25 അതുപോലെ ഇട്ട് കൊടുക്കുന്നു. സോ ഈ 5ന്റെ സ്ക്വയേഴ്സ് നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതും കൂടി ആവശ്യമാണ് എന്ത്? നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി. സോ നമുക്ക് എങ്ങനെയാണ് ഇത് പഠിച്ച കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്യാമെന്ന് പഠിക്കാം. സോ ഫസ്റ്റ് നമുക്ക് എന്നുള്ളത് റൂട്ട് ഓഫ് 1225 എന്ന് പറയുന്ന നമ്പറിന്റെ റൂട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഏത് നമ്പർ ആയിക്കോട്ടെ, നമ്മൾ ലെഫ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് 2 പേരെ വെച്ച് ഗ്രൂപ്പ് ആകും. ഇപ്പൊ 4 പേരാണെങ്കിൽ 2 2, 2 പേര് ഇപ്പുറത്തും 2 പേര് അപ്പുറത്തും വെച്ച് ഗ്രൂപ്പ് ആകും. അതുപോലെ 3 പേരാണെങ്കിൽ ഇവിടെ 2 പേര് അവസാനം 1 പേരായിട്ടും ഗ്രൂപ്പ് ആയി ഉണ്ടാവുക. ഇന്ന് നോക്കിക്കോളൂ കേട്ടോ. ഈ 12 25 2 ഗ്രൂപ്പ് ആക്കി. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, 12ൽ പോകുന്ന ഏറ്റവും വലിയ സ്ക്വയർ ആരുടേതാന്ന് നോക്കണം. അപ്പൊ നമുക്ക് 1ന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്, 3യുടെ സ്ക്വയർ 9 ആണ്, 4ന്റെ സ്ക്വയർ 16 ആണ്. അപ്പൊ 12ൽ പോകുന്ന ഏറ്റവും വലിയ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ആരുടേതാണ്? അത് 3യുടേതാണ്. കാരണം 4 പറ്റില്ല, 4 ആവുമ്പോൾ 16 ആവും. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 3 സംതിങ് ആണ്. 3 കഴിഞ്ഞിട്ട് ഒരു നമ്പർ കൂടി ഉണ്ടാവും. കാരണം 12ൽ പോകുന്ന ഏറ്റവും വലിയ സ്ക്വയർ ആരോ നോക്കുക, ആ നമ്പർ അതുപോലെ അവിടെ എഴുതുക. ഇനി നമുക്കറിയാം അവസാനത്തെ 2 അക്കങ്ങൾ എന്ന് പറയുന്നത്, അവസാനത്തെ 2 ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 25 ആണ്. നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ഡിജിറ്റ് 25 ആണെങ്കിൽ അതിന് ലാസ്റ്റ് ഡിജിറ്റ് എന്താവണം എന്നാണ്? ആ സ്ക്വയർ റൂട്ടിന്റെ ആൻസറിൽ എന്താവണം എന്ന ലാസ്റ്റ് ഡിജിറ്റ് 5 ആവണം. അവസാനത്തെ അക്കം 5 ആയിരിക്കും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 35 ആണ്. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഓക്കെ, 625 625 ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 25 ഒരു ഗ്രൂപ്പ്, 6 ഒരു ഗ്രൂപ്പ്. സോ നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ചെയ്യുന്നത്. 6ൽ പോകുന്ന ഏറ്റവും വലിയ സ്ക്വയർ ആരാ നോക്കുന്നു. 1ന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്, 3യുടെ സ്ക്വയർ 9 ആണ്. പക്ഷെ ഇവിടെ 9 ഇല്ല, മാക്സിമം 2 പറ്റുള്ളൂ. സോ ആൻസർ 2 വെച്ചിട്ടാണ് മനസ്സിലായി. നമുക്കറിയാം അവസാനത്തെ 2 അക്കങ്ങൾ നോക്കൂ, 25. അവസാനത്തെ അക്കം 25 ആണെങ്കിൽ ആൻസർ എന്താ? ലാസ്റ്റ് ഡിജിറ്റ് എന്താ? ലാസ്റ്റ് അക്കം എന്താണ്? 5 ആണ്. വെരി സിമ്പിൾ. അടുത്തത് 961 961ന്റെ റൂട്ടാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. 61 ഒരു ഗ്രൂപ്പ്, 9 ഒരു ഗ്രൂപ്പ്. 9ൽ പോകുന്ന ഏറ്റവും വലിയ സ്ക്വയർ ആയിരുന്ന അത് 3 തന്നെയാണ്. അപ്പൊ ആൻസർ 30 മനസ്സിലായി. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ അവസാനം 1 ആണ്. അവസാനത്തെ അക്കം 1 ആണെങ്കിൽ 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ ആൻസർ അവസാനം 1 വരണം, അല്ലെങ്കിൽ 9 വരണം.
അപ്പൊ നമ്മുടെ ആൻസർ ഒന്നെങ്കിൽ 31 ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കണം 39 ആയിരിക്കണം. ഇനി ഇതിൽ ഏതാണ് ആൻസർ നമുക്ക് വളരെ പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റും. ഇപ്പൊ 30 ആണ് വരുന്നതെങ്കിൽ നമ്മൾ 35 കമ്പയർ ചെയ്യും, 40 ആണ് വരുന്നതെങ്കിൽ 45 കമ്പയർ ചെയ്യും, 50 സംതിങ് ആണ് വരുന്നെങ്കിൽ 55 കമ്പയർ ചെയ്യും. സോ നമുക്ക് ആൻസർ 30 സംതിങ് ആണ് വരുന്നത്. സോ വളരെ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, 35ന്റെ സ്ക്വയർ കണ്ടുപിടിക്കും. നമുക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് കാണാൻ അറിയാം. 5ന്റെ 3 കഴിഞ്ഞ അടുത്ത നമ്പർ ആരാ? 4 ആണ്. 3 into 4 എന്ന് പറഞ്ഞ് 12 ആണ്. അവസാനം എന്തിട്ട് കൊടുക്കുന്നു? 25. ഇത്രയും ചെയ്യേണ്ടതുള്ളൂ. ഈ നമ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ 1225 എന്ന് പറയുന്ന നമ്പറെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നമ്പർ വലുതാണോ ചെറുതാണോ? സ്വാഭാവിക നമ്പർ ചെറുതാണ്. അപ്പൊ ഇതിൽ ചെറുത് ആൻസർ. ഇനി വലുതാണെങ്കിൽ വലുത് എടുക്കണം, 39 ആയിരിക്കും ആൻസർ. പക്ഷെ നമ്മുടെ ആൻസർ, നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ്. അപ്പൊ ഇതിൽ ചെറുത് ഏതാ? 31 ആൻസർ. റെഡി അല്ലേ? ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നമുക്കറിയാം 676. സോ നമ്മൾ ഗ്രൂപ്പ് ആക്കുമ്പോൾ 76 ഒരു ഗ്രൂപ്പും 6 ഒരു ഗ്രൂപ്പും ആണ് ഉണ്ടാവുക. സോ 6ൽ പോകുന്ന ഏറ്റവും വലിയ സ്ക്വയർ എന്ന് പറയുന്നത് അത് 2 ആണ്. 3 പറ്റില്ല, 3 ആകുമ്പോൾ 9. അപ്പൊ ആൻസർ 20 മനസ്സിലായി നമുക്ക്. ഇനി നമ്മൾ നോക്കേണ്ടത് അവസാനത്തെ അക്കം ഏതാ? 6 ആണ്. അവസാനത്തെ അക്കം 6 ആണെങ്കിൽ 2 പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ നമ്മൾ 2 പോസിബിലിറ്റി ഇടാത്തത്. അവസാനം 25 ആണെങ്കിൽ ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ, അതുകൊണ്ടാണ് ഇടാത്തത്. ഇവിടെ നമുക്ക് അവസാനം 6 ആണ്. 6 ആണെങ്കിൽ ഒന്നെങ്കിൽ ആൻസർ 4 ആവണം, അല്ലെങ്കിൽ അവസാനം 6 ആയിരിക്കണം. 6 ആയിരിക്കും. ഇനി ഇത് തീരുമാനിക്കുക ആരാന്ന് ചോദിച്ചാൽ 25ന്റെ സ്ക്വയർ വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 25ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 കഴിഞ്ഞ അടുത്ത നമ്പർ 3 ആണ്. അപ്പൊ 2 into 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. അവസാനം എന്തിട്ട് കൊടുക്കുന്നു? 25. ഈ നമ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നമ്പർ എന്താണ്? വലുതാണ്. നമ്മുടെ നമ്പർ വലുതാണെങ്കിൽ ഈ തന്നിട്ടുള്ള വാല്യൂസിൽ വലിയതായിരിക്കും ആൻസർ. ദാറ്റ് ഈസ് 26 ആണ് നമ്മുടെ എന്ത് ആൻസർ. നാളെ ചെറുതായിരുന്നു നമ്മുടെ ആൻസർ, വാല്യൂ ചെറുതായിരുന്നു. അപ്പൊ ചെറുത് കൊടുത്ത് ഇവിടെ നമ്മളെ വാല്യൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? വലുതാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 24, 26 ആണ് വലുത്, 26. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ ഗ്രൂപ്പ് ചെയ്യുന്നു. A ഒരു ഗ്രൂപ്പ്, 84 ഒരു ഗ്രൂപ്പ്. സോ 7ൽ പോകുന്ന ഏറ്റവും വലിയ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം അത് ആരാണ്? 2 ആണ്. 3 പറ്റില്ല, 3 ആവുമ്പോൾ 9. അപ്പൊ ആൻസർ 20 മനസ്സിലായി നമുക്ക്. ഇനി അവസാനത്തെ അക്കം നോക്കിയ 4 ആണ്. അവസാനത്തെ അക്കം 4 ആണെങ്കിൽ 2 പോസിബിലിറ്റി, ഒന്നെങ്കിൽ 2 ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? 8. അപ്പൊ നമ്മുടെ ആൻസർ ഒന്നെങ്കിൽ 22 അല്ലെങ്കിൽ 28. ഇതിൽ തീരുമാനിക്കാരാണ് 20 ആണ്. അപ്പൊ 20 തീരുമാനിക്കുമ്പോൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. 25 ആണ് തീരുമാനിക്കുക. സോ നമ്മൾ 25ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 625. ഈ നമ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നമ്പർ 784 എന്ന് പറയുന്ന നമ്പർ എന്താണ്? വലുതാണ്. സോ ഇതിൽ വലുതാണ് എന്ത് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി 2 0 വരുമ്പോൾ വളരെ സിമ്പിൾ ആണ്. 2 0 വരുമ്പോൾ അവസാനം എന്തിട്ട് കൊടുത്താൽ മതി? ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. നോക്കിക്കോളൂ കേട്ടോ. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഈ 2 0 ഒരു ഗ്രൂപ്പ്, 25 ഒരു ഗ്രൂപ്പ്. 25 പോകുന്ന ഏറ്റവും വലിയ സ്ക്വയർ എന്ന് പറയുന്നത് ആർതാണ്? 5ന്റെ ആണ്. സോ 5 ഞാൻ അതേപോലെ ഇട്ട് കൊടുക്കുന്നു. 2 0 വന്നാൽ ഒരു 0 ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അടുത്തത് 4900. നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്ന 49 ഗ്രൂപ്പ്, 2 0 ഒരു ഗ്രൂപ്പ്. 49 പോകുന്ന ഏറ്റവും വലിയ സ്ക്വയർ ആരാ? 7 ആണ്. 2 0 വന്നാൽ ഒരു 0 ഇട്ട് കൊടുക്കുന്നു. വളരെ സിമ്പിൾ ആണ്. വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഈ ഒരു ബേസിക് ഐഡിയ മാത്രം ഉണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ മറ്റു ക്വസ്റ്റ്യൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.